Okay, good morning all of you. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കി ഒന്ന് പറഞ്ഞുതരാം അല്ലേ? ഓക്കെ ആണല്ലോ? ടെക്സ്റ്റ് ബുക്ക് മുന്നിലുണ്ടല്ലോ? ഓക്കെ. നമ്മൾ ആ ലെസൺ മുഴുവൻ എടുത്തായിരുന്നോ? ദേവാഞ്ജന എന്താ ലേറ്റ് ആയത്? അനോഖ ഗ്രീറ്റിംഗ് കാർഡ് അല്ലേ? അനോഖ ഗ്രീറ്റിംഗ് കാർഡ് ലെസൺ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരുന്നോ? യെസ്, ഉറപ്പാണല്ലേ? എന്താണ് അനോഖ ഗ്രീറ്റിംഗ് കാർഡിലെ ഓർമ്മയുണ്ടോ ആ കഥ? ഒന്ന് പറഞ്ഞു തരുമോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ കഥ എന്താണെന്ന്? ഓക്കെ, എല്ലാവരും കൈവന്നിരുന്നു. ഉറക്കെ ഞാൻ ഒരു കാര്യം ചെയ്യാം, മിസ് ഒന്ന് പറഞ്ഞുതരാം, നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. മിസ് പറഞ്ഞുതരാം. എന്താണ്, ഏത് സമയത്താണത്? ഡിസംബർ 30-നായിരുന്നു സംഭവം അല്ലെ? ബിബിൻ തന്റെ പൂന്തോട്ടത്തിലെ വീട്ടിലെ അടുത്തുള്ള പൂന്തോട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴ് അവിടെ ഇരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പോസ്റ്റ്മാൻ വന്ന് വിളിക്കുന്നത് അല്ലെ? എനിക്കൊരു കത്തുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഓടിപ്പോയി ആ കവർ വാങ്ങി, ഒരു റോസ് കവറുള്ള ആ കവർ വാങ്ങി വന്ന് പൊട്ടിച്ച് നോക്കി അല്ലെ? ആകാംക്ഷ ഉണ്ടായിരുന്നു, എന്താണ് ആ കവറിനുള്ളത്. അപ്പൊ എന്താ കണ്ടിരുന്നത് കവറിനുള്ളില്? ഒരു ഗ്രീറ്റിംഗ് കാർഡ്, ഒരു വിചിത്രമായ, അതിനെയാണ് അനോഖ എന്ന് പറഞ്ഞത് അല്ലെ? സ്ട്രേഞ്ച് ഗ്രീറ്റിംഗ് കാർഡ്, ഒരു വിചിത്രമായ ഗ്രീറ്റിംഗ് കാർഡ് ആയിരുന്നു ആ കവറിനുള്ളില്. എന്താണ് അതിന്റെ പ്രത്യേകത? അതില് ഒരു വിശ്വസം അല്ലെ, ഒരു ബ്ലെസ്സിങ് ഒന്നും എഴുതിയിരുന്നില്ല. ആരാണ് എഴുതിയെന്നോ ആർക്കാണ് അയച്ചെന്നോ ഒന്നും കാണുവാൻ സാധ്യമല്ലായിരുന്നു അല്ലെ? ആരാണ് അയച്ചിരുന്നോ എന്തെങ്കിലും മനസ്സിലാകുമായിരുന്നോ അത് കണ്ടപ്പോഴും? നമ്മള് ആർക്കെങ്കിലും നമ്മൾക്ക് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് നോക്കിയാൽ മനസ്സിലാകും അല്ലെ? ഫ്രം അഡ്രസ് ആരാണ് അല്ലെ, ആരാണ് അയച്ചെന്നൊക്കെ നോക്കാൻ വേണ്ടി കാണുവാൻ സാധിക്കും. പക്ഷെ ഇതില് അതൊന്നും വ്യക്തമല്ലായിരുന്നു. അപ്പൊ അവൻ അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ അനിയത്തി വന്നു. എന്നിട്ട് എന്താണ് ചോദിച്ചത്? എന്താണ് കാർഡിലെ ആരാണ് അയച്ചെന്നൊക്കെ നോക്കാൻ വേണ്ടി അവള് ആ കാർഡ് പിടിച്ചു വാങ്ങി അല്ലെ? ആ സമയത്ത് രണ്ടുപേരുടെയും ഗുസ്തി നടക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ആ കാർഡ് നിലത്ത് വീണു. അറിയാതെ അനുവിന്റെ കാല് തട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന മഷിക്കുപ്പിയിലെ മഷി ആ കാർഡിലേക്ക് മറിയുകയും ചെയ്തു. ആ കാർഡിലേക്ക് മഷി മറിഞ്ഞപ്പോഴാണ് അതിലുള്ള ഓരോ വാക്കുകളും തെളിഞ്ഞു കണ്ടത് അല്ലെ? അപ്പൊ ആരാ അയച്ചതെന്നൊക്കെ മനസ്സിലായി. ആരാ അയച്ചത്? ആരാണ് അയച്ചത്? നവീൻ അല്ലെ? നവീൻ ആയിരുന്നു ആ ലെറ്റർ അയച്ചെന്ന് മനസ്സിലായി. എന്തായിരുന്നു ആ ലെറ്ററിൽ അയച്ചിരുന്നത്? ഹാപ്പി ന്യൂ ഇയർ അല്ലെ? പുതുവർഷാരംഭത്തിലുള്ള ന്യൂ ഇയർ ആശംസകളായിരുന്നു അവൻ അയച്ചിരുന്നത് അല്ലെ? അപ്പൊ ആ സമയത്ത് തന്നെ നവീൻ എവിടേക്ക് വന്നിരുന്നു അല്ലെ? നവീനോട് ചോദിച്ചു അല്ലെ, നീ എങ്ങനെയാണ് ഈ വിചിത്രമായ കാർഡ് ആക്കി? അപ്പൊ അവൻ സ്വന്തം നിർമ്മിച്ച ഒരു കാർഡ് ആയിരുന്നു അത് അല്ലെ? അപ്പൊ അങ്ങനെ അവൻ എന്തു പറയുന്നുണ്ടായിരുന്നു? ഞാനും ഇനി അടുത്ത വർഷം ഞാനും എന്റെ സ്വന്തം കൈയാൽ ഒരു കാർഡ്, ഗ്രീറ്റിംഗ് കാർഡ് നിർമ്മിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി അയക്കുമെന്ന് വിപിൻ നവീനോട് മറുപടി പറയുന്നുണ്ടായിരുന്നു അല്ലെ? അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഓക്കെ, അതിൽ നമ്മളെ വേർഡ് മീനിങ് നോട്ടിൽ എഴുതിയോ? വേർഡ് മീനിങ് എല്ലാവരും എഴുതിയോ? മിസ് വായിച്ചു തരാം, കൃത്യമായിട്ട് നോട്ട് ഉണ്ടായിരിക്കണം, എല്ലാവരും എഴുതണം. വേർഡ് മീനിങ് എഴുതാത്തവര്, ഇനിയും എഴുതാത്തവര് ഇത് തന്നെ എഴുതുക. വേർഡ് മീനിങ് ഒന്നാമത്തെ വേർഡ് എന്താണ്? അനോഖ. എന്താണ് വായിക്കുക? അനോഖ. സ്ട്രേഞ്ച് അല്ലേ? അനോഖ. സെക്കൻഡ് ഗ്രീറ്റിംഗ് കാർഡ് തന്നെയാണ്. ഡാക്കിയ, പോസ്റ്റ്മാൻ. जादू का पिटारा, मैजिक बॉक्स. मोमबत्ती, कैंडल. रंगीन तरल, colored liquid. हंसना, laugh. दवात, इंक पोट. നവവർഷ ശുഭോ എന്ന് പറഞ്ഞാല് ഹാപ്പി ന്യൂ ഇയർ. ലിഫാഫ, envelopes. ശുഭകാമന, ഗുഡ് വിഷസ്.
छीना झपटी forcible seizing उभरना to come up ഇത്രയുമാണ് വേർഡ് മീനിങ്. വേർഡ് മീനിങ് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടിലേക്ക് എഴുതിയിരിക്കണം. അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? नीचे दिए गए प्रश्नों के उत्तर लिखो. फर्स्ट क्वेश्चन, नवीन ने खाली ग्रीटिंग कार्ड क्यों भेजा? നവീൻ എന്തിനാണ് ആ ഒഴിഞ്ഞ ഗ്രീറ്റിംഗ് കാർഡ് അയച്ചിരുന്നത്? എന്താണ് അയക്കാനുള്ള കാരണം? ഒന്നാമത് വഹ് ഹാത്ത് സേ ബനാ ഹുവാ ഗ്രീറ്റിംഗ് കാർഡ് ഥാ. എന്താണ് ആ കാർഡ്? അവൻ തന്റെ കൈയാൽ സ്വന്തം നിർമ്മിച്ച ഗ്രീറ്റിംഗ് കാർഡ് ആയിരുന്നു. കേട്ടല്ലോ? വഹ് ഹാത്ത് സേ ബനാ ഹുവാ ഗ്രീറ്റിംഗ് കാർഡ് ഥാ. ഓക്കെ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ, കാർഡ് पर शब्द कैसे उभरे? ഓക്കെ മിസ് അത് ഒന്നുകൂടി എഴുതാത്തവർ കംപ്ലീറ്റ് ആക്കാത്തവർ മിസ് ഒന്നുകൂടി ഇന്ന് ഗ്രൂപ്പിൽ അയച്ചുതരാം. വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ നോട്ടിൽ ഒക്കെ ടെക്സ്റ്റിലുള്ള വർക്കുകളെല്ലാം മിസ് ഇന്ന് അയച്ചുതരാം. നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടും ടെക്സ്റ്റും കംപ്ലീറ്റ് ആക്കിയിട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ അയക്കുക. അടുത്ത വെള്ളിയാഴ്ച ശനിയാഴ്ച ആകാൻ നിൽക്കരുത്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കാർഡ് पर शब्द कैसे उभरे? എങ്ങനെയാണ് കാർഡിനുള്ളിലെ അക്ഷരങ്ങൾ ഒളിഞ്ഞു നിന്നത്? എങ്ങനെയായിരുന്നു? കാർഡ് കോരാധ അല്ലേ? കാർഡ് കോരാധ എന്ന് പറഞ്ഞ എന്താണ്? കാർഡ് ബ്ലാങ്ക് ആയിരുന്നു, ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. और स्याही गिरते ही इसमें अक्षर उभर आए. അതിലേക്ക് മഷി വീഴുമ്പോഴാണ് അക്ഷരങ്ങള് തെളിഞ്ഞു വരുന്നത്. ഓക്കെ ആണോ? തേർഡ് ക്വസ്റ്റ്യൻ, ഗ്രീറ്റിംഗ് കാർഡ് ക്യോं भेजे जाते हैं? എന്തിനാണ് നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ് അയക്കുന്നത് എല്ലാവർക്കും? ഇതിൽ അയച്ചത് എന്തിനായിരുന്നു? നമ്മൾ സാധാരണ അയക്കലൊന്നുമില്ല, ക്രിസ്മസിന് അല്ലേ, ഓണം അങ്ങനെയൊക്കെ വരുന്ന അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ വരുന്ന സമയത്ത് ഇതൊക്കെയാണ്. അപ്പൊ ഇവിടെ എന്തായിരുന്നു? ഗ്രീറ്റിംഗ് കാർഡ് ക്യോं भेजे जाते हैं? നവവർഷ ശുഭ് ഹോനെ കെ ലിയേ അല്ലേ ദേവപ്രിയ? നവവർഷ ശുഭ് ഹോനെ കെ ലിയേ. നവവർഷ അതായത് ഹാപ്പി ന്യൂ ഇയർ എന്നുള്ളത് ബ്ലെസ്സിങ് അറിയിക്കാൻ വേണ്ടിയായിരുന്നു കത്തയച്ചിരുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി സെക്കൻഡ് നോക്കുക. तुम भी अपने किसी मित्र के जन्मदिन पर ऐसा ही कार्ड बनाकर भेजो. എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്ക്? അത് മിസ് അയക്കേണ്ടതല്ല, നിങ്ങളാണ് ചെയ്യേണ്ടത്. എന്താണ്? നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിന് ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് റെഡിയാക്കി അയക്കൂ. നിങ്ങൾ അയക്കോ? നിങ്ങളെ ഫ്രണ്ട്സിന് ആർക്കും കിട്ടുമോ? അത് അയക്കുന്ന ഉറപ്പുള്ളവരൊന്ന് കൈയുയർത്തിയേ. ഞാൻ അയക്കും എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് ഞാൻ അയക്കുന്ന ഉറപ്പ് പറഞ്ഞവരൊന്ന് കൈയുറക്കെ. സൂര്യദേവേ, ഒരു ഫ്രണ്ടിന് ഒരു ഗ്രീറ്റിംഗ് കാർഡ് അയക്കുമോ ബർത്ത്ഡേക്ക്? കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ടില്ല, പിന്നെയോ നിങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിക്കുക. ഇനി നിർമ്മിക്കേണ്ട വിധം എന്താണെന്ന് പറഞ്ഞുതരാം മിസ് കേട്ടോ. ഓക്കെ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സെക്കൻഡ്, आलू को बीच में से काट कर 2 भागों में बांटो. നിങ്ങൾ ഒരു പൊട്ടാറ്റോ എടുക്കുക. പൊട്ടാറ്റോ, ആലു, ഉരുളക്കിഴങ്ങ്. അറിയോ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാല്? എങ്ങനെയുള്ള സാധന? എന്താണത്? ഏതിൽപ്പെടുന്നതാണ്? ഫ്രൂട്ട്സിലാണോ? ഏതിൽപ്പെടുന്നതാണ്? വെജിറ്റബിൾ ആണ് അല്ലേ ഉരുളക്കിഴങ്ങ്. അറിയോ മക്കൾക്ക്? അടുക്കളയിൽ ഒന്ന് കയറി നോക്കാറുണ്ടോ? അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് കൊണ്ട് അവിടെ ഇരുന്നിട്ട് അവിടെ തന്നെ ഭക്ഷണം കഴിക്കുക? ഓക്കെ, അറിയാം അല്ലേ? അതൊക്കെ ക്ലാസ് മാത്രം പോരെ, ഇടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാം വീട്ടിൽ മൊത്തം ഒന്ന് സെർച്ച് ചെയ്യണം. എന്താണ് അമ്മ ഉണ്ടാക്കി തരുന്നത്, അത് എങ്ങനെയാണ്, ഇതൊക്കെ പഠിക്കണം കേട്ടോ. അപ്പൊ ഉരുളക്കിഴങ്ങ് അറിയാത്തവരാരുമില്ല. അപ്പൊ ഉരുളക്കിഴങ്ങ് എടുക്കുക എന്ന് പറഞ്ഞാല് കൃത്യമായി ചോദിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത് പറയുന്നു കേട്ടോ.
ഇനി എവിടെ ഇല്ല ഉരുളക്കിഴങ്ങ് മുഴുവൻ 1 കിലോ വാങ്ങിയാലേ 2 കിലോ വാങ്ങിക്കൊണ്ട് വെച്ച് ഉരുളക്കിഴങ്ങ് മുഴുവൻ എടുത്ത് കളഞ്ഞേക്കരുത്. അതിൽ ഒന്നെടുക്കുക, 2 ഭാഗങ്ങളാക്കുക, മുറിക്കുക. നിങ്ങൾക്ക് മുറിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മയോടോ അമ്മ ഉള്ളപ്പോൾ മാത്രം പറഞ്ഞാൽ മതി. അമ്മയോ അച്ഛനുണ്ടെങ്കിൽ അവരുള്ളപ്പോൾ ചെയ്താൽ മതി. കത്തിയെടുത്ത് നിങ്ങൾ ഇനി മുറിച്ചിട്ട് ഇനി ഉരുളക്കിഴങ്ങ് മുറിക്കാൻ പറഞ്ഞ മിസ് എന്റെ കൈ മുറിച്ചു എന്ന് പറയാനാക്കരുത്. ഉരുളക്കിഴങ്ങ് മുറിക്കുക, എന്നിട്ടോ 2 ഭാഗങ്ങളാക്കിയതില് ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആണി ഉപയോഗിച്ച്. എന്താ ബാസിത്തെ? ഇപ്പൊ മുറിക്കാനൊന്നും പോണ്ട ബാസിത്തെ. അല്ല, അപ്പൊ അതിന്റെ തൊലി കളയണ്ടേ? തൊലിയൊന്നും കളയണ്ട. എന്തിന് തൊലി കളയുന്ന? നമുക്ക് അറിയൊന്നും വെച്ച് തിന്നാനല്ല, ചിത്രം വരയ്ക്കാനാണ്. ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക, നല്ല ഒരു ഭംഗിയുള്ള ഉരുണ്ട തന്നെ എടുക്കുക, 2 ഭാഗങ്ങളാക്കുക മുറിച്ചിട്ട്. ഞാൻ പറഞ്ഞു മുറിക്കണമെങ്കിൽ വീട്ടിൽ ആരെങ്കിലും പേരൻസ് ഉള്ള സമയത്ത് മാത്രം അവരുടെ സമ്മതത്തോടെ മാത്രമേ മുറിക്കാവൂ. ഇനി വലിയ കത്തിയിൽ എടുത്തിട്ട് വന്നിട്ട് കൊത്തി ചക്ക മുറിക്കുന്നത് പോലെ ഒന്നും കൊത്തിയേക്കരുത്, കേട്ടല്ലോ? അവരോട് തന്നെ മുറിച്ചുതരാൻ പറയാ. പിന്നെ ഒരു ആണി കൂടി സംഘടിപ്പിക്കുക. ആണി പറഞ്ഞാൽ അറിയോ? ആണി, കീൽ, ആണി. ആ, ഇനി ഇവിടുന്ന് ഒന്നും എടുത്ത് വെക്കണം. ആണി എന്ത് ചെയ്യാ? എക്സ്ട്രാ ഉണ്ടാവും വീട്ടിൽ, എവിടെയെങ്കിലും അമ്മയോടോ അച്ഛനോടോ ചോദിച്ചാൽ കിട്ടും. ആ ആണി കൊണ്ട് ഉരുളക്കിഴങ്ങിന് ഡിസൈൻ വരക്കുക. ആ മുറിച്ച ഭാഗത്ത് ആണി കൊണ്ട് ഡിസൈൻ വരക്കുക. ഫ്ലവർ ആണെങ്കിൽ ഫ്ലവറിന്റെ അമർത്തി വരക്കുക. എന്നിട്ടോ അത് അമർന്നപ്പോ അതിനൊരു കുഴി കണക്കുണ്ടാവും. ആണി കൊണ്ട് നമ്മള് വരക്കുമ്പോ അതിനനുസരിച്ച് ഇങ്ങനെ കുഴി അതിനുള്ളിൽ വരും. അപ്പൊ അത് എന്നിട്ട് ഇഷ്ടമുള്ള ഒരു മഷിയില് നിങ്ങള് പിന്നെ ഒന്നുകിൽ വേറൊന്നും ഇല്ലെങ്കിൽ ഒരു മഷിയൊന്നും വേറൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഉജാലയില്ലേ? ഉജാല പറഞ്ഞറിയോ? നമ്മൾ ഷർട്ടിനും മുണ്ടിനും ഒക്കെ മുക്കുന്ന ആ ഉജാല, ആ കളറിൽ മുക്കുക, നീല. അത് മുക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലൊരു വൈറ്റ് പേപ്പറിൽ അമർത്തി വെക്കുക, സീൽ വെക്കുന്നത് പോലെ. അപ്പൊ എന്ത് വരും അറിയോ ചിത്രം? നിങ്ങൾ ഫ്ലവർ ആണ് വരച്ചതെങ്കിൽ ആ ഫ്ലവറിന്റെ പിക്ചർ വരും, കേട്ടോ? ഇതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു സിമ്പിൾ ഞാൻ പറഞ്ഞുതരാം. വെണ്ടക്ക ഇല്ലേ, സാമ്പാറിലിടുന്ന വെണ്ടക്ക എടുക്കുക. വെണ്ടക്കന്റെ ഒരു ഭാഗം കളയുക. പിന്നെ വേറെ ചിത്രമൊന്നും അതിന് വരക്കണ്ട, അതിന് ഡിസൈൻ ഉണ്ട്. ഒരു ഫ്ലവറിന്റെ ചിത്രം വരും അതിനുള്ളിൽ. വെണ്ടക്കന്റെ ഒരു ഭാഗം മുറിച്ച് കളഞ്ഞാല് അതിനുള്ളിലെ ഡിസൈൻ ഒരു ഫ്ലവറിന്റെ ഭാഗമാണ് ഉണ്ടാവുക. നിങ്ങൾ വേറെ ഡിസൈൻ ആണിയും എടുക്കണ്ട, ഒന്നും എടുക്കണ്ട. ആ വെണ്ടക്കയുടെ ഭാഗത്ത് ആ മുറിച്ച ഭാഗം എന്ത് ചെയ്യുക? നേരെ മഷിയിൽ മുക്കുക, പേപ്പറിൽ വെക്കുക. അപ്പൊ എന്ത് കിട്ടും? ഒരു ഫ്ലവറിന്റെ പിക്ചർ കിട്ടും. അത് സിമ്പിൾ അല്ലേ? ആണി വെറുതെ എടുക്കണ്ട, ഒന്നും വേണ്ട. ഉരുളക്കിഴങ്ങ് മുറിച്ച് കയ്യും മുറിക്കണ്ട. അങ്ങനെയും ചെയ്യാം, കേട്ടല്ലോ? ഉരുളക്കിഴങ്ങില്ലാത്തവർ എന്ത് ചെയ്യാം? വെണ്ടക്ക മുറിച്ചെടുത്തിട്ട് അത് ആ മുറിച്ച ഭാഗം മഷിയിൽ മുറുക്കിയിട്ട് വെള്ള പേപ്പറിൽ വെച്ചാലും മതി. അങ്ങനെ നമ്മൾ എന്ത് നിർമ്മിക്കാം? കാർഡ് നിർമ്മിക്കാം, ഗ്രീറ്റിംഗ് കാർഡ്. അത് നിങ്ങൾ A4 ഷീറ്റ് പേപ്പറിലോ അല്ലെങ്കിലോ ഏതെങ്കിലും ചാർട്ട് പേപ്പറിലോ ഒക്കെ അങ്ങനെ ഡിസൈൻ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ബർത്ത്ഡേക്ക് നിങ്ങളെ വക എന്തുണ്ടായിരിക്കണം? ഒരു ഗ്രീറ്റിംഗ് കാർഡ് അയച്ചിരിക്കും. ഉറപ്പാണല്ലോ? ഇനി എനിക്കത് ഡിസൈൻ ഒന്നും വരക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ട് കവറിനുള്ളിൽ കുറെ വെണ്ടക്കയും കുറെ ഉരുളക്കിഴങ്ങൊന്നും കെട്ടിട്ട് അയച്ചു കൊടുത്തക്കല്ലേ. ഇതുപോലെ ചെയ്യണം, എന്നിട്ട് മാത്രമേ അയക്കാൻ പറഞ്ഞിട്ട്. അല്ലാതെ കുറെ വെണ്ടക്കയും ഉരുളക്കിഴങ്ങെല്ലാം വാങ്ങിയിട്ട് അയച്ചു കൊടുത്തിട്ട് അവൻ തന്നെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചത്. ആഷിൻ എന്താ പറഞ്ഞ മോളെ? ആഷിൻ മോനെ എന്താ ആഷിൻ? പൊട്ടറ്റോ കൊണ്ട് ആക്കുന്ന ഒന്നും കൂടി പറഞ്ഞു തരുമോ? പൊട്ടറ്റോ കൊണ്ട് ആക്കുന്നതാ? പൊട്ടറ്റോ 2ആയി മുറിക്കുക. നല്ല നല്ല ഭംഗിയുള്ള ഒരു പൊട്ടറ്റോ എടുത്തിട്ട് രണ്ടായി മുറിച്ചിട്ട് അതില് ഒരു ആണി കൊണ്ട് ഡിസൈൻ വരക്കുക. മോൻ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്ത് പിക്ചർ ആണോ ആഗ്രഹിക്കുന്നത് അതിന്റെ ഡിസൈൻ അതിനെ ആണി കൊണ്ട് വരക്കുമ്പോ അതിന് ഇത് വരും, ഡിസൈൻ വരും. ആണി കൊണ്ട് അമർത്തിയിട്ട്. ആഷിൻ കേൾക്കുന്നുണ്ടോ?
എന്നിട്ട് അതെന്ത് ചെയ്യാ, ഏതെങ്കിലും ഒരു മഷിയിൽ, നല്ല കട്ടിയുള്ള ഒരു മഷിയില് മുക്കിയിട്ട് പേപ്പറിൽ വെക്കുക. അങ്ങനെ ആവുന്നില്ലെങ്കിൽ അതിനേക്കാളും സിമ്പിൾ എന്താണ്, ഞാൻ പറഞ്ഞ വെണ്ടക്ക, ഒരു വെണ്ടക്ക എടുത്തിട്ട് അതിന്റെ ഒരു ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള വരുന്ന ഭാഗം മഷിയിൽ മുക്കിയിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, എല്ലാം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കിച്ചൺ എന്നു കുഴപ്പമാക്കി വെക്കുക. അകത്താണോ ആണിങ്ങോട്ട് അറിയാതെ പുറത്താണോ? പുറത്തല്ല, അകത്ത്. അതിനല്ലേ നമ്മൾ രണ്ട് ഭാഗമായിട്ട് മുറിക്കുന്നത്. രണ്ട് ഭാഗമായി മുറിച്ചിട്ട് ഉൾവശത്തെ കൂടി ഡിസൈൻ വരക്കുക ആണി കൊണ്ട്. അപ്പൊ അത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, സിമ്പിൾ ആയിട്ടുള്ള വേറെന്ന് പറഞ്ഞത് വെണ്ടക്ക മുറിക്കുക, ഒരു ഭാഗം മുറിച്ച് കളഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗം മഷിയിൽ മുക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലവർ, നല്ലൊരു ഫ്ലവർ കിട്ടും. ഫ്ലവറിന്റെ മോഡല്. ആഷിനെല്ലാം കൂടി അത് കുഴപ്പമാക്കി വെക്കുമോന്ന് എനിക്കൊരു ഡൗട്ട്. നോ, ഉറപ്പാണല്ലോ. ഇനി ആരും അവിടെ വെജിറ്റബിൾസ് ഒന്നും കളഞ്ഞേക്കല്ലേ, അവരുടെ ഒക്കെ പെർമിഷനോട് കൂടി മാത്രം കേട്ടോ. അവര് ഓക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞെങ്കിൽ മാത്രം, പേരൻസ് സമ്മതിച്ചാൽ മാത്രമേ ചെയ്യാവൂ. ഓക്കെ, ഇനി പേജ് നമ്പർ 29 എടുക്കുക. പേജ് നമ്പർ 29. പേജ് നമ്പർ 29. എടുത്തോ എല്ലാവരും? ഓക്കെ. നിമ്നലിഖിത വാക്യോം കോ ധ്യാൻ സേ പഠേ. ഒന്നുമില്ല, എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസുകള് ശ്രദ്ധയോടെ വായിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ്. മിസ് വായിക്കാൻ ശ്രദ്ധിക്കണേ. മാം ने कहा അനു ബേട്ടി ഇധർ ആവോ. എന്താ അതിനർത്ഥം? അമ്മ പറഞ്ഞു മോളെ അനു ഇങ്ങോട്ട് വരൂന്ന്. ഒന്നുമില്ല, അവിടെ എന്താണ് മാം എന്നുള്ളതിന് അടിവരയിട്ടിട്ടുണ്ടല്ലോ, ഉണ്ട്. അതിൽ തന്നെ ബേട്ടി എന്നുള്ളതിനും ഒരു അണ്ടർലൈൻ കാണും, നിങ്ങൾ അടിവരയിട്ടിട്ടുണ്ട് കാണും. നെക്സ്റ്റ്, പിതാജിനെ കഹാ സോനു ബേട്ട ഇധറാവോ. അച്ഛൻ പറഞ്ഞു സോനു മോനെ ഇങ്ങോട്ട് വരൂന്ന് അച്ഛൻ പറഞ്ഞു. അതില് അടിവരയിട്ടുള്ള വാക്കുകൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് മിസ് ലാസ്റ്റ് പറഞ്ഞുതരും. ദാദാജി ബോലെ ദോനോ ഖാന ഖാവോ. ദാദീജി ബോലി അബ് സോ ജാവോ. തഭി ആ ഗയേ നാനാ നാനി. बोली नानी सुनो कहानी. एक था राजा एक थी റാണി. അതിൽ അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് വായിച്ചു തന്നെ. ഏതൊക്കെയാണ് അടിവരയിട്ടുള്ള വാക്കുകള്? മാം, ബേട്ടി, പിതാജി, ബേട്ട, ദാദാജി, ദാദീജി, നാന, നാനി, രാജ, റാണി. ആരോൺ, പേന റിപ്പയറിംഗ് ആണോടാ? ആരോൺ എന്ത് ചെയ്യുന്നു അവിടുന്ന്? മിസ് വായിക്കുമ്പോൾ ടെക്സ്റ്റിൽ ഏതാണ് ഏത് ഭാഗമാണ് അവിടെ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾ വേറെ ഒന്നും ചെയ്യില്ലേ അവിടുന്ന്. ബിസിനസ് ഒന്നും ഇപ്പൊ ചെയ്യണ്ട. ഓക്കെ, ഫ്രീ ആകുമ്പോ ചെയ്യാം. ആഗ്നസ് കേൾക്കില്ലേ മോളെ പറഞ്ഞത്? മിസ് പറഞ്ഞത് കേൾക്കുന്നില്ലേ? ഓക്കെ. മിസ് നേരത്തെ പറഞ്ഞതൊന്നും കേട്ടില്ലാന്ന് തോന്നുന്നല്ലേ? ഗ്രീറ്റിംഗ് കാർഡ് ആക്കാൻ വേണ്ടി പറഞ്ഞൊന്നും കേട്ടില്ലാന്ന് തോന്നുന്നു. എന്താണ്? അതെന്താ കേറാന്? അതെന്താ ക്ലാസ്സിൽ കയറാൻ ലേറ്റ് ആയത് ആഗ്നസേ? എന്താണ്? ഫോണിൽ അലാറം വെച്ചു. ക്ലാസ് എപ്പോഴാണ്? എന്നിട്ടോ അലാറം അടിച്ചില്ലേ?
പക്ഷെ അടിച്ചില്ല. അയ്യോ, ഫോൺ നിന്നെ പറ്റിച്ചു അല്ലേ? ഇപ്പൊ ഫോണിനൊന്നും വിശ്വസിക്കാൻ നിൽക്കരുത് കേട്ടോ. എന്നാ മിസ്സിനോട് പറയാമായില്ലേ, മിസ് വിളിക്കാമായിരുന്നല്ലോ നീ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ. ഞാൻ വിളിച്ചെഴുന്നേൽപ്പിച്ചേനെ. അന്ന് ശ്രദ്ധിക്കണേ, ഫോണിലൊന്നും അലാറം. ഓക്കെ, അപ്പൊ മിസ് പറഞ്ഞ എന്താണ്, അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് അതില് കുറച്ച് വാക്കുകള് പുല്ലിംഗ ശബ്ദങ്ങളും സ്ത്രീലിംഗ ശബ്ദങ്ങളും ഉണ്ട്. പുല്ലിംഗ ശബ്ദങ്ങളുണ്ട്, സ്ത്രീലിംഗ ശബ്ദങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അറിയോ? പുല്ലിംഗം സ്ത്രീലിംഗം എന്നെല്ലാം പറഞ്ഞാൽ അറിയോ? കുറച്ചു പേർക്ക് അറിയാം അല്ലെ? അതെന്താന്ന് മിസ് പറഞ്ഞുതരാം. പുല്ലിംഗ ശബ്ദം എന്ന് പറഞ്ഞാല് പുരുഷ ജാതിയില്, പുരുഷന്മാരുടെ ആ ജാതിയിൽപ്പെടുന്ന ടീമിലാണ് എന്താണ് പുല്ലിംഗം എന്ന് പറഞ്ഞത്. സ്ത്രീ ജാതിയിൽപ്പെടുന്നവ സ്ത്രീലിംഗ ശബ്ദം. രാജ എന്ന് പറഞ്ഞ ഒരു പുരുഷനാണ് അല്ലെ, രാജാവ്. രാജ എന്ന് പറഞ്ഞാല് രാജാവ്. രാജ എന്നുള്ളത് പുല്ലിംഗ ശബ്ദമാണ്. അപ്പൊ അതിന്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? റാണി. കണ്ടോ? അതന്നെ ആ സെന്റൻസ് തന്നെ താഴെ അതാ തൊട്ട് താഴെ കുറച്ച് പിക്ചറിന്റെ കൂടെ കൊടുത്തിട്ട് നീച്ചെ കുച്ച് ശബ്ദ ദിയേ ഗയേ ഹേ, സം വേർഡ്സ് ഹാവ് ഗിവൺ ബിലോ. താഴെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന സെന്റൻസിലെ അതേ വാക്കുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? മിസ് പറഞ്ഞത് മനസ്സിലായോ? മുകളിൽ കൊടുത്തിരിക്കുന്ന സെന്റൻസിലെ അതേ വാക്കുകൾ വീണ്ടും നിങ്ങൾക്ക്, അതായത് നിങ്ങൾ കുറച്ചു പേര് കണ്ണ് കാണാത്തവരിലൊക്കെ അല്ലേ, കാഴ്ചയില്ല, മൊബൈലിൽ ഗെയിം ഒക്കെ കളിച്ച് ഫോണൊക്കെ ഇതൊക്കെ കണ്ട്, അപ്പൊ കണ്ണിന് കാഴ്ചയൊന്നുമില്ല. അതുകൊണ്ട് മിസ് എന്ത് ചെയ്തു, ടെക്സ്റ്റില് എക്സ്ട്രാ തന്നെ ആ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് നോക്കിക്കേ, ഫസ്റ്റ് വേർഡ് രാജ, അത് പുല്ലിംഗമാണ്. അതിന്റെ സ്ത്രീലിംഗ ശബ്ദം വലത് സൈഡിൽ കൊടുത്തിട്ട് എന്താണ്? റാണി. എന്താ വായിക്കണ്ടേ? രാജ, റാണി. ഓക്കെ. സെക്കൻഡ്, മിസ് വായിക്കുമ്പോൾ നിങ്ങളും വായിക്കണം മനസ്സിൽ. മിസ് വായിച്ചു തരുമ്പോ നിങ്ങളും എന്ത് ചെയ്യണം, ഓരോരുത്തരും മനസ്സിൽ വായിച്ചു പഠിക്കുക. രാജ, അതിന്റെ സ്ത്രീലിംഗ ശബ്ദമാണ് എന്ത്? റാണി. മാം, പിതാജി. അതില് മാം എന്നുള്ളതിന് വേറൊരു വേർഡും കൂടി നമ്മൾ, മാം എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദമാണ്, അതിന്റെ പുല്ലിംഗമാണ് വലത് സൈഡ് കൊടുത്തിരുന്നത്. അത് നമ്മൾ വേറൊരു വാക്കും കൂടി പറയാറുണ്ട്, ബാപ്പ്. മാതാജി ആണെങ്കിൽ പിതാജി എന്ന് പറയും, മാം എന്നുള്ളതിന് ബാപ്പ് എന്നുകൂടി പറയാറുണ്ട്. മാം എന്ന് പറഞ്ഞാൽ അമ്മ, മാതാജി മാം. പിതാജി എന്ന് പറഞ്ഞാല് അച്ഛൻ, ഫാദർ, ബാപ്പ് കേട്ടോ. പിതാജി, ബാപ്പ്. നെക്സ്റ്റ് ബേട്ടി. ബേട്ടി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗ ശബ്ദമാണ്, അതിന്റെ പുല്ലിംഗ ശബ്ദമാണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ്? ബേട്ട. ബേട്ടി എന്ന് പറഞ്ഞാൽ മകൾ, ഡോട്ടർ. ബേട്ട, മകൻ. നെക്സ്റ്റ് ദാദി, മുത്തശ്ശി. അപ്പൊ അതിന്റെ പുല്ലിംഗ ശബ്ദമാണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ്? ദാദാ. കണ്ടോ നിങ്ങള്? ഏത് ശബ്ദമാണോ തന്നിരിക്കുന്നത് അതിന്റെ എതിർലിംഗം എഴുതണം. പുല്ലിംഗമാണ് തന്നതെങ്കിൽ സ്ത്രീലിംഗ ശബ്ദത്തിൽ എഴുതുക, സ്ത്രീലിംഗ ശബ്ദമാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ പുല്ലിംഗ ശബ്ദം എഴുതുക. ഓപ്പോസിറ്റ് എഴുതുക വേറെ ചുരുക്കം കേട്ടോ. ദേവാഞ്ജന, ബുക്കൊന്നും തിന്നല്ലേ, ബുക്ക് തിന്നല്ലേ, ദോശയോ വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കോ, അത്ര പോലും പേപ്പർ ഒന്നും തിന്നരുത്. ഓക്കെ. ദാദി, ദാദാ. നാനി, നാന. കണ്ടോ? മുത്തശ്ശൻ, മുത്തശ്ശിനിലെ വേറൊരു വേർഡാണ് നാനി, നാന. മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം. രാജ, റാണി. രാജ എന്ന് പറഞ്ഞ പുല്ലിംഗം. എന്താണ് ആഷിൻ? നാനീന്റെ അർത്ഥം എന്താണ്? നാനിന്റെ നാനിയാണോ റാണിയാണോ ഏതാ ചോദിക്കുന്ന മോനെ? അവസാനത്തെ നാനി. നാനി പറഞ്ഞ മുത്തശ്ശി, മുത്തശ്ശിന്റെ വേറൊരു വേർഡാണ് നാനി. നാന പറഞ്ഞ മുത്തച്ഛൻ. അതിന്റെ മുകളിലത്തതും അത് തന്നെയാണ്, മുത്തശ്ശൻ മുത്തശ്ശി തന്നെയാണ് വരിക. ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. ഓക്കെ ഓക്കെ.
അവന് പിന്നെ അവന്റെ അമ്മയുണ്ട് ഹെൽപ്പ് ചെയ്യാൻ, പിന്നെ എന്താ പേടിക്കണ്ടല്ലേ? ഓക്കെ, ഭാഗ്യവാനാണ്. അപ്പൊ നോക്കുക, രാജ, ഫസ്റ്റ് വേർഡ് രാജ. രാജ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം? റാണി. രാജ പറഞ്ഞ രാജാവ്, റാണി എന്ന് പറഞ്ഞാൽ റാണി, രാജ്ഞി അല്ലേ? രാജ, റാണി. മാം എന്ന് പറഞ്ഞ നെക്സ്റ്റ് മാം. മാം എന്ന് പറഞ്ഞ അമ്മ, സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് എഴുതണം? പുല്ലിംഗ ശബ്ദം എഴുതണം, മാം. അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? പുല്ലിംഗ ശബ്ദം എന്ത് എഴുതും? പിതാജി. ഇനി പിതാജി അല്ലെങ്കിൽ വേറൊരു വേർഡും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം, ബാപ്പ്. ബാപ്പ് എന്ന് പറയും കേട്ടോ. നെക്സ്റ്റ് ബേട്ടി. ബേട്ടി എന്ന് പറഞ്ഞാല് സ്ത്രീലിംഗ ശബ്ദമാണത്. അപ്പൊ നമ്മൾ എന്ത് എഴുതേണ്ടത്? പുല്ലിംഗ ശബ്ദമാണ് എഴുതേണ്ടത്. ബേട്ടി എന്ന് പറഞ്ഞാൽ മകൾ, ഡോട്ടർ. അപ്പൊ നമ്മൾ അതിന്റെ പുല്ലിംഗ ശബ്ദം എന്ത് എഴുതണം? ബേട്ട. ബോട്ട, ബോട്ടി എന്നും പറയല്ലേ, ബേട്ട, ബേട്ടി, ബേട്ടി, ബേട്ട. കുറെ പേര് ബോട്ട എന്നെല്ലാം പറയുന്നുണ്ട്. നെക്സ്റ്റ് ദാദി. ദാദി എന്ന് പറഞ്ഞാൽ മുത്തശ്ശി, ദാദാ മുത്തശ്ശൻ. അതിന്റെ വേറൊരു വേർഡാണ് നാനി. മുത്തശ്ശി, നാന മുത്തശ്ശൻ. അത് രണ്ടും ഒരേ മീനിങ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ആൻസർ, വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതും കൂടി എഴുതിയെടുക്കണം. ഇപ്പൊ പറഞ്ഞ ഭാഗം: രാജ, റാണി, മാ, പിതാജി, ബേട്ടി, ബേട്ട, ദാദി, ദാദാ, നാനി, നാന. അത് മാത്രം, സെന്റൻസ് വേണ്ട. ഓക്കെ. അപ്പൊ ഇവിടെ നോക്ക്, താഴെ നോക്കുക, ബോക്സില് ഒരു യെല്ലോ കളറിലത് കൊടുത്തിരിക്കുന്ന നോക്കിയേ. ബോക്സില് माँ, बेटी, दादी, नानी, ये शब्द സ്ത്രീ के लिए प्रयोग में आते हैं. ഇവിടെ മാം എന്ന് പറഞ്ഞതും ബേട്ടി, ദാദി, നാനി ഈ ശബ്ദങ്ങളൊക്കെ സ്ത്രീലിംഗ ശബ്ദം, സ്ത്രീ ജാതിയിൽ പെടുന്നവയാണ്. അതുകൊണ്ട് അതെന്താണ്? സ്ത്രീലിംഗ ശബ്ദമാണ്. പിതാ, ബേട്ട, ദാദാ, നാന ये शब्द പുരുഷ കേലിയെ പ്രയോഗമേ മാതേ. ഇതൊക്കെ പുല്ലിംഗ ശബ്ദങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് സ്ത്രീലിംഗം, പുല്ലിംഗം ഒക്കെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. എന്താണ്? സമച്ചോ. കണ്ടോ നിങ്ങള്? സമച്ചോ. जो शब्द स्त्री जाति के लिए प्रयोग में आए वे स्त्रीलिंग कहलाते हैं. എന്താണ് അങ്ങനെ പറഞ്ഞാല്? ഏത് ശബ്ദങ്ങളാണോ, ഏത് വാക്കുകളാണോ സ്ത്രീ ജാതിയിൽ പെടുന്നവ, അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സ്ത്രീലിംഗ ശബ്ദം, ഫീമെയിൽ പെടുന്നത്. ഫീമെയിൽ ഏത് വാക്കുകളാണോ പെടുന്നത് അവയാണ് എന്ത്? സ്ത്രീലിംഗ ശബ്ദം. നെക്സ്റ്റ്, ജോ പുരുഷ വർഗ കെ ലിയെ പ്രയോഗ കിയെ ജാത്തെ ഹെ. പുരുഷ ശബ്ദങ്ങളിൽ പുരുഷ ജാതിയിൽ പെടുന്നത് ഏത് വാക്കുകളാണോ ഉനേം പുല്ലിംഗ് കഹ്തേ ഹെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പുല്ലിംഗ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എന്താണ് പുല്ലിംഗം, എന്താണ് സ്ത്രീലിംഗം എന്ന് മനസ്സിലായോ? അമ്മ, അതുപോലെ മുത്തശ്ശി, റാണി, പെൺകുട്ടി, അതുപോലെ മകൾ, ഇതെല്ലാം എന്താണ്? സ്ത്രീലിംഗ ശബ്ദമാണ്. അച്ഛൻ, മുത്തശ്ശൻ, അതുപോലെ മകൻ, അതുപോലെ രാജാവ്, ഇതൊക്കെ പറഞ്ഞത് എന്താണ്? പുല്ലിംഗ ശബ്ദമാണ്. കുറച്ച് മനസ്സിലായിട്ടുണ്ടാവൂലേ? ഓക്കെ. അപ്പൊ ഇനി പേജ് നമ്പർ 29 ലാസ്റ്റ് നോക്കിയേ. കിസ്നെ കഹാ, കിസ്സേ കഹാ, ഹൂ സെഡ് ടു ഹോം. നിങ്ങൾ അത് എഴുതുന്ന ടെക്സ്റ്റ് തന്നെ എഴുതുക. കിസ്നെ കഹാ, കിസ്സേ കഹാ. ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു, രണ്ടും വേണം. അല്ല ആര് പറഞ്ഞെന്ന് മാത്രം എഴുതിയാൽ പോരാ, പിന്നെ എന്ത് വേണം? ആരോട് പറഞ്ഞതാണെന്നും കൂടി വേണം. മിസ് വായിക്കാം. ടെക്സ്റ്റ് വായിച്ചവർക്കാണെങ്കിൽ കൃത്യമായിട്ട് അത് കിട്ടും. മിസ്സിന് ആൻസർ പറഞ്ഞു തന്നെ. എന്താണ്? ക്യാ ദിഗാവും തേരാ സർ, കുച്ച് ലിഖാ ഹോ തോ ദേഖേ. നിന്റെ തല ഇതിലൊന്നും എഴുതിയിട്ടില്ല. ആരോ ഒരാൾ പറയുന്നില്ലേ? ഗ്രീറ്റിംഗ് കാർഡ് നോക്കിയിട്ട് വേറൊരാൾ പറയുന്നില്ലേ ഇതിലൊന്നും എഴുതിയിട്ടില്ല എന്ന്? ആരാ പറഞ്ഞത്?
विपिन ने അനു സേ കഹ. വിപിൻ അനു വന്നിട്ട് വാശി പിടിപ്പിക്കുന്നില്ലേ, കാർഡ് ഒന്ന് കാണിച്ചേ. അപ്പൊ പറഞ്ഞു നിന്റെ തലയിലൊന്നും എഴുതിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. വിപിന്നെ അനു സേ കഹ. വിപിന്നെ അനു സേ കഹ. മിസ് അത് ഗ്രൂപ്പിൽ അയച്ചു തരാം കേട്ടോ, നിങ്ങൾ ഏത് തെറ്റിക്കരുത്. സെക്കൻഡ് ഹോം ലിഗാത്തോ ഹേ ആംഗേ ദിഖാവോ അപ്നി. എഴുതിയിട്ടുണ്ടല്ലോ. കണ്ണ് തുറന്ന് നോക്കിയേ. ആരാ പറഞ്ഞത്? ദേവാഞ്ജന പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ്? അനു. പറഞ്ഞോ, ആൻസർ പറഞ്ഞോ, തെറ്റിയാൽ പ്രശ്നമൊന്നുമില്ല. അനു. അനു ആരോട് പറഞ്ഞതാണ്? വിപിൻ. യെസ്. അനുനെ വിപിൻ സേ കഹ. അനുനെ വിപിൻ സേ കഹ. തേർഡ് അബി യഹ് കോരാ ഥാ. അത് ഇത്ര നേരം ഏത് ബ്ലാങ്ക് ആയി കിടന്നിരുന്ന ഒരു കാർഡായിരുന്നു. और स्याही गिरते ही इसमें अक्षर उभर आए. പക്ഷേ മഷി വീണപ്പോഴാണ് ഇതില് അക്ഷരങ്ങൾ തെളിഞ്ഞു വന്നത്. किसने किससे कहा? വിപിൻ ने നവീൻ से कहा. നവീൻ വന്നിട്ട് ചോദിക്കുന്നില്ലേ? യെസ്, നവീൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നും ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോഴാണ് അവൻ സംഭവങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് അത്. ഇതുവരെ ഇത് ബ്ലാങ്ക് ആയി കിടന്നിരുന്ന കാർഡായിരുന്നു. ഇപ്പൊ മഷി വീണപ്പോഴാണ് ഇതിൽ അക്ഷരങ്ങൾ വന്നത്. വിപിന്നെ നവീൻ സേ കഹ. മക്കൾ ഇപ്പോൾ എഴുതുന്നില്ലേ? ഏതാണ്ടാ മിസ് ഗ്രൂപ്പിൽ അയച്ചുതരാം കേട്ടോ. വിപിന്നെ നവീൻ സേ കഹ. പേജ് നമ്പർ 30 എടുത്ത്. പേജ് നമ്പർ 30 സമയാവാറായി. മിസ് പറയുന്ന ഭാഗങ്ങൾ എത്ര വരെയാന്ന് വെച്ചാൽ അത്ര വരെ. ക്ലാസ് കട്ടാവുന്ന കട്ടായിക്കോട്ടെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയും കൂടി പറഞ്ഞുതരും. ഓക്കെ, പേജ് നമ്പർ 30. हाँ यकीन न हो तो अभी ऐसा करके देख लो. ശരി, എനിക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നീ ഒന്ന് നോക്കിക്കേ. ആരാ പറഞ്ഞത്? നവീനെ വിപിൻ സേ കഹ. നവീനാണ് വിപിനോട് പറയുന്നത്. എനിക്ക് വിശ്വാസം വരുന്നില്ലേ, ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ച കാർഡാണെന്നുള്ളത് എനിക്ക് വിശ്വാസം കുറവുണ്ടോ എന്ന് ചോദിക്കുന്നില്ലേ? നവീനെ വിപിൻ സേ കഹ. കൃപ എഴുതുന്നുണ്ടോ മോളെ ഇപ്പം തന്നെ? ഓക്കെ. നവീനെ വിപിൻ സേ കഹ. नेक्स्ट अरे भाई यही देखने तो मैं यहाँ आया था कि मेरा संदेश तुम्हें मिला कि नहीं. അല്ലയോ എടാ, ഞാൻ നിന്നെ എന്താണ് ഇവിടേക്ക് കാണാൻ വന്നത്? എന്റെ സന്ദേശം, ഞാൻ അയച്ച കാർഡ് നിനക്ക് ലഭിച്ചില്ല എന്ന് കരുതിയിട്ടാണ്. ആരായിരിക്കും അത്? നവീൻ സേ നവീനെ വിപിൻ സേ കഹ. നവീനാണ് ഇവനെ അന്വേഷിച്ച് വന്നതല്ലേ, വിപിനെ അന്വേഷിച്ച് ആ പൂന്തോട്ടത്തിലേക്ക് വന്നതല്ലേ. നവീനെ വിപിൻ സേ കഹ. ലാസ്റ്റ് ഹാം ബഹുത് ഖൂബ്. വളരെ വിചിത്രം തന്നെ അല്ലേ. നവീൻ അകലെ വർഷം മേ ബി ഐസേ ഹി കാർഡ് ഭേജൂഗ. പിന്നെ ഉറപ്പായില്ലേ, ഇതിൽ പറയുന്നുണ്ടല്ലേ. നവീൻ ഞാൻ അടുത്ത വർഷം എന്തായാലും ഉറപ്പായിട്ട് ഞാൻ ഇങ്ങനെയുള്ള കാർഡുകൾ അയക്കും. അത് ആരാരോട് പറഞ്ഞാണ്? വിപിൻ സേ നവീൻ. വിപിന്നെ നവീൻ. വിപിനാണ് ലാസ്റ്റ് പറയുന്നത്. ഞാനും അടുത്ത വർഷം സ്വന്തമായിട്ട് ഗ്രീറ്റിംഗ് കാർഡ് നിർമ്മിച്ചിട്ട് എല്ലാവർക്കും അയക്കും എന്ന് പറയുന്നത്. വിപിന്നെ നവീൻ സേ കഹ. ക്ലിയർ ആയോ മക്കളെ? അത് ഫുള്ള് യെസ്. എല്ലാവർക്കും ഓക്കെ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം അല്ലേ.
അടുത്ത ക്ലാസ്സിലേക്ക് ഉറങ്ങിയൊന്നും പോയാലേ അലാറം ഒന്നും വെച്ചിട്ട് നീ അലാറം അടിച്ചില്ല എന്ന് പറയരുതേ. കൃത്യം സമയം നോക്കിയിട്ട് ക്ലാസ് കയറാട്ടാ. ഓക്കെ ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ആഗ്നസ് ഓക്കെ.